ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നെൻ്റെ ഒരു ഹോം വ്ളോഗാണ്. ഇന്ന് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ദിവസം മുമ്പ് ഞാൻ എടുത്ത് വെച്ച വീഡിയോ ആണ്. പക്ഷേ അതിൻ്റെ ഇൻട്രോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അത് മാത്രമല്ല, ആദ്യത്തെ കുറച്ച് ഷോർട്സ് ഞാൻ എടുത്തത് പോർട്രേറ്റ് ആയിട്ടാണ്, ലാൻഡ്സ്കേപ്പ് ആയിട്ടല്ല. അപ്പം നിങ്ങൾ കാണുമ്പം പകുതി സൈഡ് ബ്ലാക്ക് കളറായിട്ടും പകുതി സൈഡിൽ വീഡിയോ ആയിട്ടായിരുന്നു കാണാൻ പോകുന്നത്. കാരണം ഞാനെന്തോ ഓർത്തില്ല, ഓർക്കാതെ ഞാൻ ആദ്യത്തെ കുറച്ച് നേരം ഞാൻ പോർട്രേറ്റാണ് എടുത്തത്. അത് കഴിഞ്ഞാണ് ലാൻഡ്സ്കേപ്പ് എടുക്കുന്നത്. അപ്പം ഒരു ഹോം വ്ളോഗ്, എന്തൊക്കെയാണ് എൻ്റെ ഒരു ഡേ, അന്ന് സംഭവിച്ച കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ വീഡിയോയിലൊക്കെ പോകാം. എല്ലാവരും വീഡിയോ കാണും. ലൈക്ക് ഐ എം ലിറ്റിൽ ബിറ്റ് ഷൈ ബിക്കോസ് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, ആദ്യമായിട്ട് ചെയ്യുവാണല്ലോ. അപ്പം എനിക്ക് ഭയങ്കര ഷൈ ഉണ്ട്. ഇങ്ങനെ ക്യാമറയിലോട്ട് ഞാൻ നോക്കുന്നതേ ഇല്ല അതുകൊണ്ട് സംസാരിക്കുമ്പോൾ. പക്ഷേ കുറച്ച് ടൈം എടുത്തത് മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണൂ. ആൻറ്റിയും അമ്മയും ഇവിടെ ഉണ്ടാവുമെന്നാണ്, നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അടുക്കളയുടെ വഴിയാണ് കയറുന്നത് ഈ വീട്ടിൻ്റെ അകത്തേക്ക്. ആരാണ്? അമ്മയാണ് ആദ്യം നമ്മൾ കണ്ടത്. ഇപ്പോൾ ആൻറ്റി വന്നു ഗൈസ്. ആൻറ്റിയുടെ പഞ്ചാമൃതം പകുതി ഞാൻ തിന്നിരുന്നാൽ അമ്മ ഒളിഞ്ഞു നോക്കുന്നു ഇടയ്ക്കൂടെ. എന്താണ് ഇന്ന് രാവിലെ ഇവിടെ കറി? മുട്ടക്കറിയാണ് ഇന്ന് രാവിലെ. അപ്പമാണോ അമ്മേ? ഇന്ന് കെട്ടിപ്പറക്കി വന്ന് അക്കൂസും രാവിലെ അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ച് കുളിച്ചിട്ട് കുറച്ച് ലേറ്റായി. എന്നാലും പോയി ഇവിടെ ചില്ലറ കാശ് എടുത്തിട്ട് വാ. കിട്ടി ചില്ലറ കിട്ടി. ഞങ്ങൾ ഇറങ്ങുവാണ്. നടന്നു പോവാം. അടുത്താണ് അമ്പലം, നടന്നു പോകാൻ വാക്കിംഗ് ഡിസ്റ്റൻസ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ടാറ്റാ. ശ്യാമളേൻ്റെയാണ് ഗൈസ്. അമ്പലത്തിൽ ലേറ്റായി. നല്ല വെയിലുണ്ട് ഗൈസ്. കുട എടുക്കണ്ടായിരുന്നു അല്ലേ അക്കൂസ്? ഓൺ ദ വേ ആണ്. ആരെയാണ് ഇത്? ഇങ്ങനത്തെ ഒരു വഴി കൂടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഒരു ഗ്രാമപ്രദേശമാണ്, ഒരു സിറ്റി ഏരിയ അല്ല. അതുകൊണ്ട് ഞങ്ങൾ റോഡിൻ്റെ നടുക്കൂടൊക്കെ നടക്കും. കുറേ വല്ലപ്പോഴും വണ്ടിയൊക്കെ വരും. പട്ടികൾ ഇതാണ് ഇപ്പം നമ്മളുടെ അമ്പലം. ഭയങ്കര പീസാണ് ഇതുവഴി നടക്കുമ്പോഴത്തേക്കിനും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വഴിയൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന്. ഈ ഒരു സ്ഥലം ഞാനും അക്കോസും തൊഴുതിട്ട് വന്നിട്ട് ചുമ്മാ ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ ചില്ല് ചെയ്തിട്ട്. അപ്പം ഇവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഒരു അനിയൻ്റെ മോനാണ്. ഇവൻ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇവനുള്ളത് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ ഒരു സ്ഥലമുണ്ട് കൊച്ചമ്പലത്തിൽ. നമ്മൾ പുറത്തുനിന്ന് തൊഴുത് ഓൾറെഡി നമ്മൾ ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. അപ്പോഴത്തേക്കും അമ്പലം അടച്ചു. പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഇവിടെ ഇരുന്നിട്ട് പോവാം, അകത്തേക്ക് കയറുന്നില്ല എന്ന്. ഇവിടെ ഫുള്ള് കല്ലും മണ്ണും ഒക്കെയാണ്. ഞങ്ങൾ അമ്പലത്തിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ചെരുപ്പ് ഊരിയിട്ടിട്ടാണ് വന്നത്. ലൈക്ക് വേറൊരു അമ്പലത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് ചെരുപ്പിട്ടത്. അപ്പോൾ ഇവനിങ്ങനെ എൻ്റെ അടുത്ത് പറയായിരുന്നു, എനിക്ക് കാല് ഭയങ്കര വേദന എടുക്കുന്നു, എങ്ങനെ ഇതുവഴിയൊക്കെ നടക്കുന്നതെന്നൊക്കെ. എന്നിട്ട് ഇങ്ങനെ അവൻ കുസൃതിയൊക്കെ കാണിച്ചിങ്ങനെ നടക്കുകയാണ് എൻ്റെ ഫ്രണ്ടിൽ കൂടെ. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോവുകയാണ് ഗൈസ്. ഇതാണ് അമ്പലം നമ്മുടെ. അപ്പോൾ ഞങ്ങൾ നല്ല തൊഴുതു. അമ്പലം അടച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ തൊഴുത് നല്ല ഹാപ്പി ആയിട്ട് തിരിച്ചു വരുവാണ്. ഞങ്ങളുടെ വീട് റെയിൽവേ ഗേറ്റിൻ്റെ അവിടെയാണ്. ഇപ്പോൾ ഗേറ്റ് അടച്ചിട്ടുണ്ട്, ട്രെയിൻ വരുന്ന സമയമായി. അപ്പോൾ ഞാൻ ഗേറ്റ് അടച്ച് കിടക്കുന്ന ഒരു വിഷ്വൽ നിങ്ങളെ കാണിക്കാം. കണ്ടോ, ഇങ്ങനെ ഗേറ്റ് അടയ്ക്കാൻ വേണ്ടി സൗണ്ടൊക്കെ കേൾക്കും. ഞാനിപ്പോൾ ഗേറ്റ് അടച്ചു, സൗണ്ടൊക്കെ നിന്നു. ഞങ്ങൾ സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ പോവും. കണ്ടോ, ഈ വഴി ഞങ്ങൾ പോവും. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വന്നു. മുത്തശ്ശന് ചന്ദനം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ എന്തൊക്കെയോ മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ചന്ദനം തൊട്ട് കൊടുക്കുന്നു. അപ്പം അതെന്തോ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഞാനങ്ങ് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ എടുത്തിട്ട് മുത്തശ്ശന് ചന്ദനം ഇട്ട് കൊടുത്തു. അങ്ങനെ മുത്തശ്ശനും ഭയങ്കര ഹാപ്പി ആയിട്ട് മുത്തശ്ശൻ സ്വാമി ശരണയ്യപ്പ ഒക്കെ പറഞ്ഞു ഇങ്ങനെ ഇരിക്കുന്നു. അമ്പലത്തിൽ നിന്ന് വന്നു. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പോഴാണ് പെട്ടെന്ന് തീരുമാനിച്ചത് കട്ട്ലറ്റ് ഉണ്ടാക്കാം.
അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് കടയിൽ വന്നപ്പം അക്കൂസ് എൻ്റെ വീഡിയോ എടുക്കുകയാണ്. എന്തൊക്കെയോ അവൻ ചെയ്യുന്നുണ്ട്, ഞാനും എന്തൊക്കെയോ ഒക്കെ പ്രായങ്ങളൊക്കെ കാണിച്ചു. അങ്ങനെ പച്ചക്കറിയുടെ ഒക്കെ സെക്ഷനിൽ ഇങ്ങനെ ഞങ്ങൾ നിൽക്കുകയാണ്. എന്നിട്ട് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ മേടിക്കുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ അവൻ എന്നെ ഇങ്ങനെ നോക്കുമോ, എനിക്കാണെങ്കിൽ ചിരി വന്നിട്ടും വയ്യ. ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് ബീറ്റ് ചെയ്ത് നമ്മൾ പോയി. അങ്ങനെ ഞങ്ങൾ സാധനമെല്ലാം മേടിച്ചിട്ട് വന്നു. അപ്പോഴും അവൻ എന്നെ നോക്കി എന്തൊക്കെയോ കാണിക്കുക, എനിക്കാണ് ചിരിയും വരുന്നു. ഇതിനകത്ത് മഞ്ഞൾ പൊടി ഇടാം. അപ്പം നമ്മൾ സ്മാഷ് ചെയ്യുവാണ്. നമ്മൾ വേവിച്ച് വെച്ച ആ വെജീസ് എല്ലാം കൂടെ നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് ഞാൻ കുക്ക് ചെയ്തു. നമ്മുടെ സവാളയൊക്കെ ഇട്ടിട്ട് വഴറ്റിയിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊരു കട്ട്ലറ്റ് വീഡിയോ അല്ല, ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കുക. പിന്നെ ഞാൻ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുവാണ്. അമ്മയാണ് പൊരിച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ പോയി. പിന്നെ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഒരുമിച്ച് എല്ലാം കൂടെ എടുത്ത് മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ഒരുമിച്ചെടുത്ത് ബ്രെഡ് ക്രംസിൽ മുക്കുന്നു. അങ്ങനെ എന്തൊക്കെയോ ഞാൻ ചെയ്യുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോഴാണ് എൻ്റെ പണിയെല്ലാം കഴിഞ്ഞത്. അങ്ങനെ കട്ട്ലറ്റ് എല്ലാം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്ത് അക്കൂസിനെ അങ്ങ് പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെ അവൻ വീട്ടിലും പോയി. ഞാൻ ഉണ്ടാക്കി ആൻറ്റിക്ക് കൊടുക്കാൻ കുറച്ച് ഞാൻ വിചാരിച്ച് പാറൂന് കൊടുക്കാമെന്ന്, എൻ്റെ കൂട്ടുകാരിയാണ്. അപ്പോൾ അവൾക്കുള്ളതും പാക്ക് ചെയ്ത് ആൻറ്റിക്കുള്ളതും പാക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് എൻ്റെ കുഞ്ഞമ്മയുടെ ബർത്ത്ഡേ. അപ്പോൾ ഞാൻ അവിടെ പോകുമ്പോൾ ഞാൻ ആ വിഷ്വൽസും കൂടെ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെന്താ, ഇനി ഞാൻ ഒരുങ്ങി അവിടെ പോകുന്നതൊക്കെയാണ്. അങ്ങനെ അതും കൂടെ ഞാൻ കാണിക്കും. എന്നിട്ട് ഞാൻ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ജീവിതത്തിൽ ഇന്ന് നടന്ന ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ആൻറ്റി പോവാൻ റെഡിയാവുന്ന, അക്കൂസും പോയി. ഇനി ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ്. അപ്പോൾ നമ്മൾ അമ്പിളിക്കുഞ്ഞമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇനിയൊരു ചുരിദാർ എടുക്കണം അമ്പിളിക്കുഞ്ഞമ്മയ്ക്ക്, പിന്നെ കേക്ക് എടുക്കണം. അങ്ങനെ ഞങ്ങൾ സർപ്രൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ബ്ലോക്കിലോട്ട് നിങ്ങളെ കാണിക്കും. ഹരിത ചേട്ടനുണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടെയാണ് പോകുന്നത്. ഞങ്ങൾ അമ്മൂമ്മയുടെ വീട്ടിലെത്തിക്കഴിഞ്ഞു. അമ്മൂമ്മ അകത്തിരുന്നിട്ട് ഇങ്ങനെ നാമം ചൊല്ലുവാണ്. അപ്പം ഞാൻ വെളിയിൽ വന്നിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത്. അപ്പം ഇതാണ് അമ്പിളിക്കുഞ്ഞമ്മ. ഇതുവരെ വന്നിട്ടില്ല, വന്നിട്ട് വേണം നമുക്ക് സർപ്രൈസ് കൊടുക്കാൻ. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആർക്കാർക്കും സർപ്രൈസൊക്കെ കൊടുക്കുന്നത്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. കാണാൻ ഇനി അമ്പിളിക്കുഞ്ഞമ്മ വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കും. ഞങ്ങൾ ലഡു കഴിക്കുകയാണ്. വേറെ പരിപാടിയൊന്നും ഇല്ല ഇവിടെ. ലഡു അല്ല, ഞാൻ വീഡിയോ എടുക്കുക. ലൈറ്റ് ഉള്ളതുകൊണ്ട് അമ്മൂമ്മ കാണാൻ പറ്റുന്നില്ല ഗൈസ്. ശ്രീകുട്ടൻ, ഇതാണ് ശ്രീകുട്ടൻ, വീഡിയോഗ്രാഫറാണ്, ഭയങ്കര വീഡിയോഗ്രാഫറാണ് ഗൈസ്. ഭയങ്കര റിച്ചുമാണ്. എന്റെ മൂവി പാർട്ട്ണറാണ് അച്ചു. ഞങ്ങൾ എപ്പോഴും വൈബിംഗ് ആണ് ഗൈസ്, വൈബിംഗ് ആണ്. ഈ ശ്രീകുട്ടൻ ഞങ്ങളിവിടെ വൈബിംഗ് ആയിരിക്കും, വൈബിംഗ് ആയിരിക്കും. May God bless you, dear. ഇതാണ് ഞങ്ങളുടെ കൊച്ചു ബർത്ത്ഡേ
സർപ്രൈസുകൾ. എന്താ പ്രശ്നമുണ്ട്? സർപ്രൈസ് ആയല്ലോ ആയല്ലോ. നാളെ അതിന്റെ പൈസ അപ്പോഴത്തേക്ക് ബർത്ത്ഡേ സർപ്രൈസ് ആണ്. കാശ് മേടിക്കാൻ കൂടെ പോയി പൈസ ടേസ്റ്റ് ഉണ്ടോ. ഞങ്ങളിപ്പോ രാത്രി ബർത്ത്ഡേ കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കാൻ പോകുകയാണ്. കാശൊന്നും ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല. ഞങ്ങളൊക്കെ പോവാണ്. ഇനി പോയിട്ട് ഞങ്ങൾ തീരുമാനിക്കും പൈസ ഉണ്ടോ ഇതാണ് നമ്മള് ഗായ്സ്. കാണും എനിക്ക് നന്നായിട്ട് കാണുന്നുണ്ട്. നമ്മൾ കരുനാപ്പള്ളിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ പ്രോഗ്രസ് ആണ് നമ്മുടെ വർക്ക് കരുനാപ്പള്ളിയിൽ. കരുനാപ്പള്ളി ആകെ മാറിപ്പോയി ഗായ്സ്. ഇങ്ങനെ ഇരുന്നല്ല ഇവിടെ ഇങ്ങനെ ബ്ലോക്കാണ് വരുന്നത്. ഹരിക്കുട്ടൻ ചേട്ടനും ശ്രീകുട്ടൻ ചേട്ടനുമാണത്. അവരും ഉണ്ട്. നമ്മൾ ഫുഡ് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമായിരിക്കും നമ്മുടെ ഫുഡ് വരാൻ. നമ്മളത് വെയിറ്റ് ചെയ്യാനില്ല. അച്ചു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഫോളോ ചെയ്യണം. പെൺകുട്ടികളുടെ അഭിമാനമായ ലക്ഷ്മി അച്ചുവാണ്. ഇവന് 10 ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. പറയണം ഇതിന് ഗേൾ ഫ്രണ്ട്സിൻ്റെ പേര് പറയണം. ഗൈസ് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. ഞാനിപ്പോൾ പോകുവാണ് വീട്ടിലോട്ട്. അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.